പഴയ കാലത്ത് കല്യാണക്കൊക്കെയുള്ള ബീഫ് റോസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്കിന്ന് ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റാണ് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ട്. ആദ്യം ബീഫ്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മുളക് പൊടി കുറച്ച് കാശ്മീരും കുറച്ച് എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നാടൻ കറി ആയതുകൊണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാള. ഞാനിപ്പോൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ കാലത്ത് ചെയ്യണ പോലെ, പഴയ കാലത്ത് ഇപ്പോൾ തേങ്ങ വറുത്തരച്ചാണല്ലോ നമുക്ക് കറികൾ ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ബീഫ് കറിയാണ് നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഒന്ന് പയ്യെ വാടി ഒന്ന് വരുമ്പോൾ മാത്രം നമുക്ക് പൊടികൾ ഇട്ടാൽ മതി. പഴയ കാലത്ത് അമ്മച്ചിയൊക്കെ തേങ്ങ വറുത്തരച്ചിട്ടാണ് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുക. ഞാൻ അപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഈ വറുത്തരച്ച് ഗ്രേവിയുള്ള കറിയാവുമ്പോൾ നമുക്കത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ നല്ലതാണ് കഴിക്കാൻ. പിള്ളേർക്കും നല്ല ഇഷ്ടമായി ഈ ഗ്രേവിയോട് കൂടിയിട്ട് വറുത്തരച്ച ബീഫ് കറി. അപ്പോൾ ഈ ബീഫ് കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തേങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർക്കാം, പിന്നെ മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, ഇതിൽ തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട്. പൊടികളെല്ലാം ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടിയും കൂടെ എല്ലാ പൊടിയും ഒരുമിച്ച് ചേർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും. ഓരോന്നിട്ട് വഴറ്റി ഉള്ള സമയവും പോവില്ല. അപ്പോൾ നമ്മുടെ ഈസി ബീഫ് കറി അപ്പോൾ റെഡിയാവും. അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇറച്ചിയിൽ നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗവും. അതെല്ലാം മൺകാലത്തിലാണ് മുമ്പൊക്കെ നമ്മൾ കറി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കുക്കറിൽ എളുപ്പത്തിന് വേഗം കുക്കറിലിടാം. നമുക്ക് ബീഫിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർക്കാം. ഞാൻ നല്ലപോലെ തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. നമുക്കിത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടെ അരച്ചതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അത് ഇടാം. ഇത് നമുക്ക് നല്ലോണം കൈവച്ചൊന്ന് തിരുമാം. കുറച്ച് ചൊറുക്കയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലോണം കൈവച്ചൊന്ന് തിരുമ്മിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കൈവച്ച് തിരുമ്മി മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെച്ചാൽ നമുക്ക് നമ്മുടെ കറി നല്ല ഈസി ആയിട്ട് ആവും. ഇനിയും കറി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചാൽ മാത്രം മതി. തേങ്ങയും പൊടികളും ഒക്കെ വറുത്ത് അരച്ച് ചേർത്തതുകൊണ്ട് ഒരു പഴയ ബീഫ് കറിയുടെ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ ഈസി റെസിപ്പികൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിപ്പിക്കാം. ഓരോ ഇറച്ചിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വേവിന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അടുപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറി ആക്കാം.
അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 നല്ല വിസിൽ വന്നതിന് ശേഷം ഞാനിത് സിമ്മിലാക്കിയിട്ടു. എന്നിട്ട് ഒരു 5-6 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് ഉള്ളി നല്ലോണം മൂപ്പിച്ചിടാം. ഞാനിപ്പോൾ ചട്ടിയിൽ ചുവന്നുള്ളി ചെറിയ ഇതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ചുവന്നുള്ളി, ചെറിയ ഉള്ളി തന്നെ വേണം. ഈ ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ച് ബീഫിലിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി വരുമ്പോൾ അതിനൊരു പ്രത്യേക മണം കിട്ടും. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഇനി നമുക്കിത് ബീഫിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല ഗ്രേവിയിലാണ്, നല്ല ചാറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചാറ് അവർക്ക് ബീഫും ചപ്പാത്തിയും കൂടെ അല്ലെങ്കിൽ ബീഫും പൊറോട്ടയും കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ട വാങ്ങിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാണ് ഇത്തിരി കൂടുതൽ ചാറിലെടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നാടൻ റെസിപ്പീസാണോ അല്ലെങ്കിൽ മോഡേൺ കറികളാണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ നാടൻ ബീഫ് റോസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഈ ഈസി ബീഫ് റോസ്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.